നമ്മളെ കയ്യിൽ 2 ഫുൾ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ചിക്കൻ്റെ ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ പേരാണ് ചിക്കൻ കെട്ടിത്തൂക്കി പൊരിച്ചത്. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചിക്കൻ കെട്ടിത്തൂക്കിയതല്ല ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് കുറച്ച് എടുക്കാനായിട്ട് കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചർച്ചയിലാണ് എല്ലാവരും. അപ്പോൾ അതെൻ്റെ ഏട്ടുണ്ട്, നമ്മളെ ഫ്രണ്ട് ഉമ്മറുണ്ട്, അതുപോലെ കുട്ടുണ്ട്, വിനാട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം അത്രയും കുറച്ച് ആൾക്കാർ വേണം അത് ഉണ്ടാക്കാൻ. അത്രയും ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് കേട്ടോ. അപ്പോൾ ഈ വിജയത്തിൻ്റെ പിന്നിൽ ഇന്ന് നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരിത് റെഡിയാക്കി കൊണ്ടിരുന്നോട്ടെ അല്ലേ. നമുക്ക് അവിടെ മസാലയൊക്കെ പറ്റാൻ പോയാലോ? ഓക്കെ, എന്നാൽ പൊരി. അപ്പോൾ നമ്മൾ മസാല പറ്റാനായിട്ട് ആദ്യം തന്നെ കോഴീനെ കൈ പിടിച്ചിട്ടുണ്ട്. അല്ല, അടുപ്പം പണി കഴിഞ്ഞോ? അടുപ്പം പണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഓല് അവിടെ ചെയ്യുന്നുണ്ടാവില്ലേ ബാക്കി. നമുക്ക് ഈ കോഴീനെ നല്ലപോലെ വരട്ടെ. എന്നാൽ വരട്ടോ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ 2 ഫുൾ കോഴിയാണ് കേട്ടോ എടുത്തത്. നല്ലപോലെ അടുപ്പിച്ചറിയാലേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കണ്ട് പിടിക്കുള്ളൂ. കാരണം നമ്മൾ വേറൊരു വെറൈറ്റി രീതിയിലാണുള്ളത് ചെയ്യാൻ പോണേ. മതി മതി മതി. നമ്മൾ അടുത്ത കോഴീനെ അപ്പോൾ കുട്ടനെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയാ കുട്ടനെ എല്ലാവരും കൂടി പൊങ്കാലിട്ടേന്നു ഫേസ്ബുക്കിൽ കേട്ടാ. ഇതാണ് ആ കുട്ടട്ടോ, എന്നെ കരയിപ്പിച്ച കുട്ടൻ. അപ്പം അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ്, അവനെ കൊണ്ടാണ് എല്ലാ പണിയും ഞാൻ അടുപ്പിക്കുന്നത്. ഞാൻ ഒരു പണി എടുക്കുന്നില്ല. അപ്പോൾ ഞാനും കുട്ടനും ചിക്കനൊക്കെ വരട്ടച്ചപ്പോഴേക്ക് നമ്മളെ ഏട്ടനും വന്ന് ഫ്രണ്ടും വന്നിട്ടോ. അപ്പം നമുക്ക് മസാല ഇട്ടായിരുന്നു. എന്നാൽ ഓരോന്നെ കൂട്ടിയാലേ റെഡി ആവുള്ളൂന്ന്. കാരണം അത്രമാത്രം എരി വേണമെന്നാണ് പറയണത്. അപ്പൊ അതിന് നമുക്ക് മുളക് പൊടിയുമ്പോൾ തുടങ്ങാം. മതി, ഇന്നാളത്തെ ആ പച്ചമുളക് ബീഫ് തന്നെ കണ്ടിട്ട് എല്ലാരും കൂടി ഇന്നിട്ട് കറക്കുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ്, നല്ല നിറം ഉണ്ടാവും. ഇഞ്ചി വെളുത്തുള്ളി അത് ഇഞ്ചി. ഇനി നമുക്കേക്ക് ചെറുനാരങ്ങ കൂട്ടത്തോടെ നാരങ്ങ പിഴിയാം. ഇതാണ് കൂട്ടപ്പിഴിയൽ എന്നാണ് ഇതിന് പേര്. പിഴിയടാ നാരങ്ങ. ഏറ്റവും കൂടുതൽ നീര് വീഴുന്നത് ഉമ്മറിന്റെ കയ്യിൽ നിന്നാണോ എന്ന് സംശയമുണ്ട്. കുളിക്കാത്ത കുഴിയാക്കോ? ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. അതാണ് ഞാൻ പറയണത്. ആള് കൂടിയാല് പാമ്പ് ചാവൂല. ഇത് നിങ്ങളെല്ലാരും കൂടി ഉണ്ടായിട്ടാണിത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പൊ എല്ലാം കറക്റ്റിന് ചെയ്തേന്നു. മിക്സ് ആക്കി കൂട്ടാ. എൻ്റെ ആ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം. ഞാന് കുട്ടമല്ല കുട്ടാ ഉപ്പുണ്ടോന്ന് നോക്കണട്ടോ. ഉപ്പൊക്കെ നോക്കി പാകത്തിന് പൊള്ളി അടിപൊളി മണണ്ടല്ലേ. അനക്കാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ തേച്ചോ. കുട്ടമിന്റെ പാരമ്പര്യമായിട്ട് അയ്യോ, ഞാൻ എന്തായാലും ഒന്നും തൊടൂല. കാരണം ഇന്ന് നിങ്ങളെ ദിവസമാണ്, ഇന്ന് ഇവരെ ദിവസമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇന്ന് ഇവരാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. ഇത് സാധനം പുലിയാട്ടോ. പുലിയായോ? കോഴിയല്ലേ? കോഴിയല്ലേ ഇതിന്റെ എന്തല്ലേ സംഗതി അടിപൊളിയല്ലേ. നേക്കായില്ലല്ലോ സംഭവം. നിങ്ങൾക്കല്ലേ മസാല പോരാന്ന്. മസാല ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ. മസാല എടുത്തപ്പോ ഇത് മതിയാവോ എന്നുള്ള സംശയം. എനിക്കധികം എരി പറ്റൂല. അത് പറയണ ആൾക്ക് നല്ല മസാല വേണം. ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ മസാല നല്ല വേണം. ഇതൊക്കെ ഈ ചിക്കൻ വെട്ടിയിട്ട വാഴ പോലെ എന്തൊരു ചടി
എനിക്ക് വയ്യ. പുതിയ ചെടിയാ. ചളി നാട്ടുകാരെ. കഴിഞ്ഞ പരിപാടി വിനാട്ടം പറഞ്ഞിട്ട് എന്തായാലും ഇത് ചേർക്കണം. നന്നാ വേണ്ട വേണ്ട ഇങ്ങനെ കുത്തിത്തിരിക്കാൻ പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളെ ചിക്കൻ മീലൊക്കെ നല്ല അടിപൊളി ഗംഭീര മസാലയൊക്കെ തേച്ച് ഒരു കൈ കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, കെട്ടിത്തൂക്കാൻ. അപ്പോൾ അതുവരെ ഇതിവിടെ റെസ്റ്റ് ചെയ്തോട്ടെ. ആര് ചെല്ലിക്കാണും? നമ്മളെന്തിനാ അടുപ്പത്തിക്കണേ പറഞ്ഞു കൊടുക്കണ്ടേ നമ്മളെ വ്യൂസിനോട്? ഈ ചിക്കൻ തൂക്കി പൊരിക്കാനാണ് ഇത് കത്തിക്കണേ. പക്ഷെ നമ്മൾ ആദ്യം തൂക്കി പൊരിക്കണതിന്റെ മുന്നേ പാത്രത്തിൽ അടുപ്പ് എണ്ണയൊക്കെ ഒന്ന് തിളപ്പിക്കണം. അപ്പം നമ്മൾ വെറൈറ്റി രീതിയിലാണ് ഈ ചിക്കൻ പൊരിക്കണേ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുകയാണേ. ഇപ്പം തീ കത്തി തുടങ്ങുകയാണ്. ഇതിന് ചെറിയ വിറകുകൾ വേണം ഇന്നുലേ തുടങ്ങുക. അപ്പം നമ്മൾ കുറേ കാലമായിട്ട് അടുപ്പത്ത് വെച്ച് ചെയ്യാനിട്ടില്ലേ ചേട്ടനാട്ടാ? കത്തിക്കോളും. അടുപ്പൊക്കെ നല്ലോണം കത്തി നമ്മൾ ചട്ടി വെച്ചെടുക്കട്ടോ. എണ്ണ ഒഴിക്കാം. 1 ലിറ്റർ എണ്ണ കേട്ടോ നമ്മൾ ഒഴിക്കുന്നത്. ഈ എണ്ണ ഫുള്ള് ഒഴിച്ചാൽ കേട്ടോ. നമ്മൾ ഈ എണ്ണ നല്ല പോലെ ചൂടാവണം. ചൂടാവല്ല, നല്ല പോലെ തിളച്ചോട്ടെ. നമ്മളെ ചിക്കൻ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിണ്ടാവില്ല ഏകദേശം. അടുത്ത പരിപാടി കമ്പി കെട്ടുക. അതായത് നമ്മളെ ചിക്കൻ കെട്ടിത്തൂക്കാളല്ലേ? അപ്പോൾ കമ്പി കുരുക്കാം. കമ്പി ഇതിലെങ്ങനെ പോവൂലേ? പോവേ. അപ്പോൾ നമ്മളെന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പി ഇതിലൂടെ എടുത്തിട്ട് ഈ അടിയിൽ കൂടെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ ഈ കഴുത്തിൻ്റെ അവിടെ അങ്ങോട്ട് ലോക്കാക്കിയിട്ടുണ്ട്. നല്ലപോലെ. എന്നിട്ട് ഇനി ഇത് പോകില്ല. ഇനി ഇതെടുത്തിട്ടാണ് നമ്മൾ ആ കമ്പി കിട്ടുന്നത്. അതിന് അടുത്തൊരു കോഴിയും കൂടി ഉണ്ടായി ചെയ്യുമ്പോൾ കാണാം സംഭവം. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനെ കെട്ടിത്തൂക്കാൻ പോവാണേ. ഇത് എവിടെ കെട്ടണ്ടേ? ഇവിടെ കെട്ടല്ലേ? എണ്ണ ചൂടായിട്ടുണ്ട് എന്നുള്ള തെളിവാണ് കേട്ടോ. എണ്ണ നല്ല ചൂടായി. രണ്ടുപേരെ ലെവലല്ലേ? സയാമി സെരട്ടാളോ കെട്ടാം. കെട്ടി തൂക്കുക. ഇങ്ങനെ തൂക്കന്നെ, വേറെ ഒന്നും നോക്കണ്ട. നമ്മള് ചട്ടിയിൽ വെച്ചാൽ എണ്ണ ഒരുപാട് നല്ലോണം ചൂടായി വന്നു കേട്ടോ. നമ്മളെന്താ ചെയ്യാൻ പോണേ വെച്ചാൽ ഈ എണ്ണ കോരിട്ട് പറഞ്ഞോടുക്കി എണ്ണ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതെ, അങ്ങനെ വേവിച്ചെടുക്കുക. അതാണ് നമ്മൾ പറഞ്ഞ വെറൈറ്റി. അപ്പൊ ഒഴിക്കാൻ പോവാണ്. ഏതാളെ നല്ല എല്ലായിടത്തും കൂടി ഉണ്ട് ഒഴിക്കന്നെ. അങ്ങോട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഒഴിക്കാം. എണ്ണ അങ്ങനെ ഒഴിക്കുമ്പോൾ നല്ല ചെറുക്കണമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ ഭംഗിയിലേ കാണാൻ എണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. വെറൈറ്റി ഉണ്ട്. ഈ ഇതൊന്നും കൂടി അടുപ്പൊന്നും കൂടി കത്തിക്കണം. എണ്ണ സ്ട്രോങ് കുറയേണ്ട സംശയമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മുക്കി ഒഴിക്കണ്ടല്ലോ. അങ്ങനെ മുക്കി ഒഴിച്ച് ഇങ്ങനെ വെന്തതിന് ശേഷം വേറെ പരിപാടിയും കൂടി ചെയ്യാമല്ലോ ചേട്ടാ? അത് അവസാനം നമുക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ. വേറെ സംഭവം കൂടി ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പോൾ ഈ മസാലയൊക്കെ ഈ എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പോയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പോകില്ലത്. ഇത് കാണില്ല, ഈ എണ്ണയിൽ തന്നെ ചാടി വീഴാണ് എല്ലാ മസാലയും. ആ മസാല നമ്മളെ കൊണ്ട് ഇതേപോലെ കോരിയെടുത്തിട്ട് വീണ്ടും നമുക്ക് തന്നെ ഇങ്ങനെ വെച്ചിട്ട് മസാല ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതെ അതെ, അതിനാണ് നമ്മൾ ആ വരട്ടെടുത്തത്. ആ എഡ്ജിന്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വെറൈറ്റി രുചിയാവും ചെയ്യും. നമ്മളെ യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കും. അതിനെ നല്ല അടുപ്പ് നല്ല കത്തി നല്ല ചൂടാവുന്നു. ഇപ്പൊ നമ്മളെ ചിക്കൻ നല്ലപോലെ കളറൊക്കെ മാറി വെന്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊന്നും വെന്താൽ പോരാ, നമുക്ക് നല്ല പോലെ ഇങ്ങനെ എണ്ണ കോരി വെച്ച് വേവിച്ചെടുക്കണം. നല്ല മുക്കി ഒഴിക്കണം. അവന് പണ്ട് നമ്മളെ വീട്ടിലേ വെള്ളം കോരി നല്ല ശീലുണ്ട്. അതെ അതെ,
നമുക്ക് കിണറില്ലാന്നല്ലോ നമുക്ക് അന്ന് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കിണറ്റിന് വെള്ളം ഇങ്ങനെ മുക്കി ഒഴിച്ചാൽ ഓർമ്മ ഉണ്ടല്ലേ ഉമ്മറെ? അപ്പൊ ഉമ്മറിന് ചിലപ്പോ ഒരു സംശയം ഉണ്ടാവും ഇതിന്റെ ഉൾഭാഗം വേവുണ്ടോന്ന്, അതല്ലേ? പക്ഷെ നല്ലപോലെ വേവും, കാരണം നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ എണ്ണ ഉള്ളിക്ക് ഇറങ്ങണ്ടേ. അതെ, നല്ലപോലെ വരിഞ്ഞും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നല്ലല്ലോ വേവിക്കണേ, നന്നായിട്ട് വേവിക്കണം. അത് നോക്കണം. പല സംശയങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഉത്തരം കിട്ടില്ലേ? സംശയം മതി, സംശയം വേണ്ട. പിന്നെ അത് മാത്രല്ല ഉമ്മറേ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടിയോട് ചെയ്യാണ്ട്. കുട്ടൻ തന്നുണ്ടാവും, കുട്ടൻ ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്ത് ഇങ്ങനെ പണിയെടുക്കാൻ. ഇത് ഏകദേശം ആയി തുടങ്ങിയ പോലെ ഉണ്ടല്ലേ? ഏകദേശം ആയി തുടങ്ങിയ പോലെ ഉണ്ട്. കാരണം അവർ പറയാൻ കാരണം എന്താ അറിയാൻ, ഓനിപ്പോ തന്നെ ടേസ്റ്റ് ചെയ്തൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനോടാ പറഞ്ഞത്. ഏകദേശം ഒന്നും ആയില്ല. ഇത് കളിയപ്പത് പറയല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. കുട്ടികളാരും ഇത് അനുകരിക്കരുത് കേട്ടോ. വലിയൊരു കുട്ടികളാരും ഈ പരിപാടി അനുകരിക്കരുത്. വീട്ടില് വലിയവരുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു ഡേഞ്ചർ ആയ വിഷയമാണ്. കുട്ടികളൊന്നും ഭയങ്കര അപകടമാണ്. ഇതൊരു കൗതുകം എല്ലാവർക്കും കാണാന്. ചിലപ്പോ ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കണമെന്നൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും, പക്ഷെ കാണുമ്പോ ഒരു ഇഷ്ടം ഉണ്ടാവല്ലോ, അത്രേ ഉള്ളൂ. അതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ഇത്ര റിസ്ക് ഉള്ള പരിപാടി ആയതുകൊണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാന്നാണ് ഇവിടുന്ന് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. നല്ലൊരു ചിക്കൻ പൊരിന്റെ സ്മെല്ലൊക്കെ വന്നതല്ലേ, നല്ല ഉഷാറായിണ്ടല്ലേ ഇല്ലേ? അല്ല, ഞാനും ചെറുനാടിനും ഇതുമിക്ക് ഇത് ഒഴിക്കണ ഒരു തിരക്കിലാണ്. ഓനോടെ നോക്കി നിൽക്കണം. അതെ, അതൊക്കെ വേണ്ടത് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേ വേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ഇങ്ങനത്തെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോ ഗ്ലാമർ ഉള്ളവര് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പിന്നെ നോക്കണ്ട, എന്നാ ഞാൻ പോട്ടെ, ഗ്ലാമറുള്ളവർ ഉണ്ടാക്കണ്ടായിരുന്നു. ഈ പാവങ്ങൾക്ക് ഇത്ര സൗന്ദര്യം തന്നല്ലോ പറഞ്ഞില്ലേ? തേവ അതെന്താ മീൻ പിടിക്കുക? അപ്പൊ എണ്ണ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയില്ലേ? ഒരു വെന്തൊരു ഫീലൊക്കെ ഉണ്ടല്ലേ? അതെ അതെ അതെ, നല്ല കളറൊക്കെ നല്ല പോലെ മാറി. ഇതൊക്കെ ശരിക്കും മൊരിച്ച നമ്മള് എണ്ണയിലിട്ട് മൊരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് ആ മോൾ ഭാഗമൊക്കെ കേട്ടോ. നല്ല കളറൊക്കെ മാറി. അപ്പൊ നമുക്ക് എന്നാ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്താലോ? ചെയ്യാല്ലേ? അപ്പൊ ഏകദേശം കഴിഞ്ഞല്ലോ അല്ലേ? ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമുക്ക് ഈ ഉരുളി ഇവിടുന്ന് മാറ്റാം. ഉരുളി എന്താണ് കമുത്തേ? ഉരുളി കമിഴ്ത്തല്ല, ഞാൻ കമിഴ്ത്ത വിചാരിച്ചിരിക്കാം. എങ്ങനെ വിചാരിക്കാൻ കാരണം ഓന് ചിലപ്പോ 2 കുട്ടികളുണ്ടല്ലോ, ഇനി ഉരുളി കമിഴ്ത്തണോ എന്നുള്ളത് ഈ ഉമ്മർ എപ്പോഴും ഇങ്ങോട്ട് വന്നേ പറയണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഉരുളി അതിനല്ലേ പറ്റുള്ളൂ. കമിഴ്ത്താനോ? ഉരുളിയെടുത്ത് മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഇതിന് വേറെ സംഭവം ചെയ്യാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടോളി. ഉരുളി ഒഴിവാക്കല്ലേ? ഒഴിവാക്കുക. കമഴ്ത്തണ്ട ടൗട്ടാ? കമഴ്ത്താനല്ലേ, ഏതാ ചെങ്ങായി ഇനി ഈ ചിക്കൻ മത്തെ എണ്ണ ഇങ്ങനെ അടുപ്പിക്ക് ഇങ്ങനെ ഉറ്റ വീഴുണ്ടല്ലോ, അപ്പൊ പുക ഇങ്ങനെ മോളിക്ക് വരും. ഒരു പുകേന്റെ ഒരു ടേസ്റ്റ് കൂടി ഇങ്ങനെ വരും. അതെ, അതാണ് ഇതിന്റെ ഫൈനൽ ടേസ്റ്റ്. അതെ അതെ അതെ, ഏകദേശം അതേപോലെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. കഴിച്ചെന്നെ നോക്കണം, അപ്പോഴേ എനിക്കധികം പറയാൻ പറ്റില്ല. വിചാരിച്ച് വേറെ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതാ ഈ പുക കൈമിൽ ഇങ്ങനെ തട്ടുമ്പോ നല്ല മണം വരില്ല കൂട്ടാ? നല്ല സ്മെല്ലുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു നെറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കാം, ഒരു ധൈര്യത്തിനാണ് കേട്ടോ. നല്ലപോലെ വെന്തുണ്ട്, അഥവാറ്റ പൊട്ടിച്ചാടാണെങ്കിലേ ഒരു ഒരു സേഫ്റ്റിക്ക്. അങ്ങനെ കോഴി സംഗതി റെഡി ആയില്ലേ? എന്നാ ഇച്ചാലോ നമുക്ക് ചൂടുണ്ടോ കമ്പി? ഇല്ലല്ല, കമ്പി ചൂടൊന്നുമില്ല. എണ്ണ കോഴിമുക്ക് മാത്രം ഒഴിക്കണം. അല്ല, ഞാൻ കമ്പിയല്ല ചൂടുണ്ടാവും വിചാരിച്ചിരുന്നല്ലോ. കമ്പി തീരെ ചൂടില്ല. ഉഷാറായിട്ടുണ്ട്. പൊളി പൊളി, കാണാൻ എന്താ ലുക്കില്.
നല്ല കളറൊക്കെ അടിപൊളിയായിട്ടല്ലേ? നല്ല വന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെക്കട്ടോ. നമുക്ക് കുറച്ച് ഉള്ളിയും കാര്യങ്ങളും കൂടി ഒക്കെ ഇങ്ങനെ വെക്കല്ലേ. അപ്പൊ നമ്മള് ചിക്കൻ കെട്ടി നോക്കിയത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കുട്ടാ. അപ്പൊ അതിന്റെ രീതിക്ക് തന്നെ ആയിക്കോട്ടെ. എന്നാ നാരങ്ങ പിഴിഞ്ഞോട്. എന്നാ ഫുള്ള് കുട്ടിനെ കൊണ്ടാണ് ഞാൻ നേരത്തെ സഹായിച്ചു കൊടുക്കുകയാണെങ്കിൽ. ചെറുനാരങ്ങൊക്കെ നല്ലോണം പിഴിഞ്ഞാൽ നന്നായി സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കല്ല വേറെ രക്ഷയില്ല. എന്തെങ്കിലും പറയണ്ട ആൾക്കാരോട്. വായല് വെള്ളമായിട്ടാണ്. എല്ലാവരും നോക്കാം ടേസ്റ്റ്. അങ്ങനെ മനുവിന്റെ കൊതി പിടിച്ച് നോക്കിക്കണ ആ രംഗത്തില് നമ്മളെല്ലാരും ചിക്കനെ ആക്രമണം തുടങ്ങിക്കോളി. എടുക്കാൻ വയ്യാന്നാ പറയണേ വീഡിയോ. ഏതാല്ലേ എങ്ങോട്ട് തീ പൊളിയായിട്ടോ അത് പോരണേ. ഞാനുണ്ട് നല്ല വാവാണല്ലേ. ചുരുട്ടി എങ്ങനെയുണ്ട്? ഞാൻ സംതൃപ്തനായി. ഹരിയാണ് പറയുന്നത്. നമ്മളെ ഇതിന്റെ പുകന്റെ അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ? മസാല ഒന്നും പോയിട്ടില്ല. മസാലയുടെ ടേസ്റ്റ് ഒക്കെ കറക്റ്റ്, ഒന്നും മിസ്സായിട്ടില്ല. വേവും നല്ലതായിരുന്നു. പക്ഷെ നമ്മളെ പൊരിച്ചതിന്റെ പോലെയുള്ള ആ ടേസ്റ്റ് അല്ല. ആ ടേസ്റ്റും അല്ല, ആ വേവും അല്ല അല്ലേ? പ്രത്യേക ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ബ്രെഡൊക്കെ കൂട്ടിയിട്ട് ബ്രെഡിന്റെ പീസ് എടുത്തിട്ടേ അതെടുക്കുക, നല്ലൊരു കഷ്ണം പിടിക്കുക അല്ലേ? കൂട്ടിയിട്ട് ചുരുട്ടിയ എച്ചുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല എച്ചുണ്ടോ? സൂപ്പറാ? എന്നാ സൂപ്പർ പറ. സൂപ്പർ പറ. ബ്രെഡൊക്കെ എടുത്ത് കഴിച്ചോളി എല്ലാവരും. ബ്രെഡൊക്കെ എടുത്ത് കഴിക്കേ. ഉപ്പ് എരിവൊക്കെ നല്ല കറക്റ്റ് തന്നെയല്ലേ? കഴിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ബ്രെഡിന്റെ ആവശ്യമില്ല. ഈ ഉണ്ടെന്ന് പറഞ്ഞോണ്ടാണ് 2 പേർക്ക് ബ്രെഡ് എക്സ്ട്രാ കൊണ്ടുവന്നേ. അല്ല അന്നെ കൊണ്ട് ബ്രെഡ് കൊണ്ട് തീറ്റിപ്പിക്കാന്നുള്ള രീതിയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് കാലാണ്. എനിക്കെന്താ 2 കാലില്ലേ? കാല് വേണമെന്ന് പറയാം. ഈ ഉള്ളിയും കൂട്ടി തിന്നോക്കി. ഉള്ളിയും ചിക്കനും ബ്രെഡും പൊളി. ചിക്കൻ ഫ്രൈന്റെ അതല്ല പൊരിച്ചതിന്റെ ആ ടേസ്റ്റ്. അതെ, പൊരിച്ചതല്ല. പൊരിച്ചതിന്റെ ടേസ്റ്റ് യാതൊരു ബന്ധമില്ല. പൊരിച്ച മാതിരിയല്ലേ ഇത്? പൊരിച്ചതും പുകയിച്ചതും എല്ലാം നല്ല കിട്ടുന്നുണ്ട് കൂട്ടാ. അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ പറയാനുള്ള വെച്ചാൽ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവും അല്ലേ? ഇഷ്ടമായിണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചുണ്ടാക്കണം. കാരണം നിങ്ങൾ കണ്ടല്ലോ, ആ എണ്ണ അമ്മിക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതെ, പിന്നെ ഇതേപോലെ നല്ലോണം സമയമെടുത്ത് ചെയ്യണം. എന്നാലാണ് ഉള്ളൊക്കെ നല്ലപോലെ വേവുള്ളൂ. അപ്പോൾ നമ്മളെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ചീരുള്ളി മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ടാറ്റാ. എന്നാ ചിരുട്ടി വായ എനിക്ക്. എന്നാ കൈ പിടിക്കണം കുട്ടിക്ക്.